കെട്ടിടം അത്ര പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലല്ല, അത്യാവശ്യം പഴക്കം തോന്നിക്കും. അവിടെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ഒരുവൻ. ആ ഹാളിൽ വെളിച്ചത്തിന്റെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ശാരീരികപരമായ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇരുട്ട് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗം പോലും അവന് മുന്നിൽ തെളിഞ്ഞിരുന്നില്ല. ആ നിമിഷം നിലവിളിച്ചാൽ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണെന്ന് അവൻ ഇതിനോടകം മനസ്സിലായി. ജിത്തിനെ കുറിച്ച് ഓർക്കവേ അവന് സ്വയം പുച്ഛം തോന്നി. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്ര നാൾ കൂടെ നിന്നത്. എന്നിട്ട് തനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ അവൻ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. പുറത്തുനിന്ന് ആരുടെയൊക്കെ ഒച്ചപ്പാടും ബഹളങ്ങളും അവന് കേൾക്കാമായിരുന്നു. അകൽ തീർത്തും നിസ്സഹായനായിരുന്നു. പെട്ടെന്നാണ് ഇതുവരെ പുറത്ത് നിറഞ്ഞു നിന്നിരുന്ന ശബ്ദ കോലാഹലങ്ങൾ നിലച്ചത്. ചെവി കൂർപ്പിച്ച് വെച്ചാൽ കേൾക്കാം അടുത്തേക്ക് വരുന്ന ബൂട്ട്സുകളുടെ ശബ്ദം. 6 ജോഡി ബൂട്ട്സുകളുടെ ശബ്ദം. ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. എന്തിനോ അവന്റെ നെഞ്ചൊന്ന് ശക്തമായി മിടിക്കാൻ തുടങ്ങി. ചെന്നിൽ നിന്ന് വിയർപ്പ് താഴെ കുഴുകി ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. പൂട്ടിയിട്ടിരുന്ന വാതിൽ മലർക്ക തുറന്നവർ അകത്തേക്ക് കയറി. ആരോ അകത്തേക്ക് വരുന്നു, വ്യക്തമല്ല. പക്ഷെ ആ ബൂട്ട്സിന്റെ ശബ്ദം തൊട്ടടുത്തേക്ക് എത്താറായിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കണ്ണുകൾ പായിച്ചതും അകിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിയിരുന്നു. 2 ദിവസം മുഴുവൻ ഒരേ ഇരിപ്പിരുന്നതാ. പെട്ടെന്ന് പ്രകാശം കണ്ണിൽ പതിച്ചതും അസ്വസ്ഥമായ മുഖത്തോടെ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചും തുറന്നുകൊണ്ടിരുന്നു. വന്നവരുടെ ബൂട്ട്സിന്റെ ശബ്ദം നിലച്ചതും കുറച്ചു സമയത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവൻ കണ്ണുകൾ തുറന്ന് അവരെ നോക്കി. തലയുയർത്തി നോക്കിയാൽ കാണുന്നത് 2 കാപ്പിക്കണ്ണുകളാണ്. അവന്റെ വലതുഭാഗത്തായി അതേ പ്രായത്തിൽ തോന്നുന്ന ഒരുവൻ. കഴുത്തിലെ കുരിശുമാല ആ വെളിച്ചത്തിൽ ഒന്ന് തിളങ്ങി. ഇടതു ഭാഗത്തായി അഗ്നിയുടെ ഇരട്ട സഹോദരനെ പോലെ തോന്നുന്ന ഒരുവൻ. പക്ഷെ മുഖങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആ കുഞ്ഞിക്കണ്ണുകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് പക മാത്രമായിരുന്നു. അവനെ മനസ്സിലാക്കാൻ അകിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ഉമ്മനീരിറക്കാൻ പോലും മറന്നുപോയി. ആ പേര് അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആഞ്ജനേയ്. എന്താകിൽ ആഞ്ജനയെ മാത്രമേ നിനക്കറിയുകയുള്ളൂ. പുച്ഛമായിരുന്നു അവന്റെ വാക്കുകളിൽ. കുരിശുമാലയോട് ചേർന്ന് കിടക്കുന്ന D എന്ന അക്ഷരം. ഡേവിഡ് ജോൺ കുരിശിങ്കൽ. എന്താകിലേ, നീ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ബോറടിച്ചെങ്കിൽ കുറച്ചു സമയത്തേക്ക് ആ ബോറടി നിനക്കുണ്ടാകില്ല. നമുക്ക് ചെറിയൊരു ഗെയിം കളിച്ചാലോ? പറഞ്ഞുകൊണ്ട് അവൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. അവൻ നേരെ അഖിയുടെ മുന്നിലായി വന്നു നിന്നു. അപ്രതീക്ഷിതമായ ചവിട്ടിൽ അഖി കസേരയുടെ പിന്നിലേക്ക് തെന്നി വീണിരുന്നു. അഗ്നി വേണ്ട. ഡെവി തടഞ്ഞു നോക്കി. കണ്ണിലെരിയുന്ന പകയാലെ അവനെ ഒന്നേ നോക്കിയുള്ളൂ. ഡെവിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ഒരടി പിന്നിലേക്ക് മാറി നിന്നുപോയി. ജയ് പിന്നെ അവന്റെ പ്രവൃത്തി ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. കയ്യിലുള്ള കെട്ടിനാൽ അഗ്നി തടയാൻ അകയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. തടഞ്ഞാലും ആ തടസ്സങ്ങൾ അവൻ നീക്കം ചെയ്യും. കാരണം അവൻ അഗ്നിയാണ്. കെട്ടഴിച്ചു വിടടാ. അതൊരലർച്ചയായിരുന്നു. 4 ചുവരുകളും കടന്ന് ആ പഴയ കെട്ടിടത്തിൽ ആ ശബ്ദം വ്യാപിച്ചു. ജയ് അടുത്ത് കിടന്ന കസേരയിലേക്ക് ഇരിപ്പുറപ്പിച്ചു. ഡെവിയെയും കണ്ണു കാണിച്ചു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവിടെ ഇരുന്നു ഡെവി. ജയ്ക്ക് തന്നോട് അധിക നേരം മിണ്ടാൻ കഴിയില്ലെന്ന സത്യം അവനല്ലാതെ ആർക്കാണ് അറിയുക? മുന്നോട്ട് നോക്കുമ്പോൾ കാണാം ഒന്നെതിർത്ത് നിൽക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന അഗിയെ. ചുണ്ടിൽ നിറഞ്ഞ പുച്ഛച്ചിരിയോടെ ജയ് ആ കാഴ്ച നോക്കിക്കണ്ടു. ഇത്ര പെട്ടെന്നോ? ഡെവി ഞെട്ടിപ്പോയി. ഒന്നിരുന്നതേ ഓർമ്മയുള്ളൂ. ഇതൊക്കെ എപ്പോ? ഡെവി ആ അവസ്ഥയിലും പറഞ്ഞുപോയി. അഗ്നി തുടങ്ങിയാൽ അങ്ങനെയാണ്. പുഹ മാത്രം കാണാൻ കഴിയൂ. എല്ലാം പെട്ടെന്നായിരിക്കും. അഖിലൂർന്ന് നിലം പതിച്ചിരുന്നു. ചണ്ടി പോലെ ആയി പോയിരുന്നു അഖില നിമിഷം. ജയിൽ അപ്പോഴും പുഞ്ചിരി മാത്രം. ഇത് അവന്റെ കൂടി പ്രതികാരമാണ്. അവൻ പൊളിക്കെട്ടെന്ന പോലെ കാഴ്ചക്കാരെ പോലെ ഇരിക്കുകയാണ് രണ്ടും. അഖിയെ നിലത്ത് നിന്ന് പൊക്കിയെടുത്ത് പഴയ പോലെ ഇരുത്തിയിരുന്നു. കഴിഞ്ഞിട്ടില്ല. ഇതൊരു തുടക്കം മാത്രം. അവന്റെ കണ്ണിലെ പേടി ആസ്വദിച്ചുകൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടോടടുപ്പിച്ച് അതിന്റെ പുക അന്തരീക്ഷത്തിൽ നിറച്ചു. ജയ് പതിയെ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. അഖി ആരുവിന്റെ വാക്കുകൾ ഒരു നിമിഷം ഓർത്തുപോയി. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ പിന്മാറില്ല. നീയൊക്കെ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ നീയൊക്കെ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ തേടി വന്നിരിക്കും. അഗ്നിയേട്ടൻ വെറുതെ വിടില്ല നിന്നെയൊന്നും. അഖി കണ്ണുകൾ ഇറക്കി അടച്ചുപോയി. ചെയ്ത പാപമെല്ലാം അവന്റെ മുന്നിലൂടെ ആ ഒരൊറ്റ സെക്കൻഡിൽ കടന്നുപോയി. പിന്നെ നിമിഷങ്ങൾ കടന്നുപോയി. എന്നെ ഒന്ന് ചെയ്യല്ലേ പ്ലീസ്. അവന്റെ യാചന, അഗ്നിയുടെ അട്ടഹാസം അവന്റെ ചെവിയിലൂടെ കടന്നുപോയി. ഇനി അവനിൽ അവശേഷിക്കുന്ന ഒരിടം പോലും ഇല്ലായിരുന്നു. അത്രയും മുറിവുകൾ. എന്റെ അരികിൽ വരുന്നവരൊന്നും ഇഷ്ടപ്രകാരം വരുന്നതല്ലെങ്കിൽ ഞാനായി കൊണ്ടുവരുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ കോട്ട കടന്ന് പുറത്തേക്ക് പോകുന്നത് അസാധ്യമാണ്. കാരണം നിന്റെ മുന്നിൽ നിൽക്കുന്നത് ചെകുത്താനാണ്. ചെകുത്താൻ. പക്ഷെ എത്രയും വേഗം നിങ്ങൾക്ക് മോചനമുണ്ടാകും. മുകളിലേക്ക് നോക്കി ഒരു വല്ലാത്ത ഭാവത്തോടെ പറയുന്നവരെ ഞെട്ടലോടെ നോക്കിയിരുന്നു അഖി.
ചെയ്ത തെറ്റുകൾ ഓർക്കവേ പൊട്ടിക്കരയാൻ മാത്രമേ അവനായുള്ളൂ ആ നിമിഷം. നീ പേടിക്കണ്ട, നീ മാത്രമല്ല നിന്റെ കൂടെ ഉള്ളമാർക്കും നിനക്കൊപ്പം കണ്ടിരിക്കും. ഇപ്പൊ ഒന്നും ഓർക്കണ്ട, ചെയ്ത തെറ്റുകൾ തിരുത്താൻ അവസരമുണ്ടായിരുന്നു. അന്ന് ചെയ്യാത്തവൻ ഇനി വേദനിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കുള്ള വിധി നിർണ്ണയിക്കുന്നത് അവളായിരിക്കും. കൂടെ എൻ്റെ അനിയ യാദവും. അഗ്നിയുടെ വാക്കുകളിൽ ദയുടെ കണിക പോലും ഇല്ലായിരുന്നു. എൻ്റെ യാദു വന്നിട്ടില്ല. വന്നാൽ നിന്റെ അവസ്ഥ ഇതായിരിക്കില്ല. അഗ്നി പുച്ഛത്തോടെ പറഞ്ഞ് തിരിഞ്ഞു നിന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇവനിവിടെ നിർത്തിയാൽ മതിയോ ജയ്? ഡെവിയോട് സംശയം. അവൻ അതുപോലെ ചോദിച്ചിരുന്നു. അവന്മാരെ കിട്ടുന്നവരെ ഇവനിവിടെ കിടക്കട്ടെ, ജയ് പുച്ഛത്തോടെ പറഞ്ഞു. അഗ്നി, നീ ആ ഡ്രഗ്സ് പുറത്ത് നിൽക്കുന്നവന്മാരെ ഏൽപ്പിച്ചോ? ജയ് പറയുന്നത് കേട്ട് ഞെട്ടലോട് അവനെ നോക്കുന്നുണ്ടാക്കി. ഓ, നിനക്ക് മനസ്സിലായില്ലല്ലേ? ആഹാരം വെള്ളവും ഇല്ലാതെ എങ്ങനാ? അതിന് പകരമാണ് ഇത്. കയ്യിലിരുന്ന ബോട്ടിൽ ഉയർത്തി ജയ് പറയവേ ദയനീയമായി ഒന്ന് നോക്കുക മാത്രം ചെയ്യാനേ അഗിക്ക് കഴിഞ്ഞുള്ളൂ. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം. നീ പേടിക്കണ്ടെങ്കിൽ ഇത് ഇൻജക്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ കൂടെ ഉള്ളവന്മാർ വരുന്നവരെ നിനക്കിരിക്കണ്ടേ? ജയിൽ പുച്ഛം. അഗ്നി, ഡെവി ഇറങ്ങാം പറഞ്ഞുകൊണ്ട് ജയ് മുന്നോട്ട് നടന്നു. പിന്നാലെ തന്നെ അഗ്നിയും. നിനക്ക് ഞാനൊന്നും തരാത്തത് എനിക്ക് നിന്നോട് ദയ തോന്നിയെന്നാണെന്ന് കരുതരുത്. താങ്ങില്ല നീ, അതുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഡെവിയും അവർക്കൊപ്പം നടന്നിരുന്നു. പുറത്തു നിൽക്കുന്ന അലക്സിക്ക് ജയും അഗ്നി വേണ്ട നിർദ്ദേശം കൊടുത്തു. ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട, വെള്ളം പോലും ഇത് ഇഞ്ചക്ട് ചെയ്താൽ മതി, ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം. അത് പറഞ്ഞുകൊണ്ട് അവർ കാറിന്റെ അടുത്തേക്ക് നടന്നു. ജിത്തു, എത്ര പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അഗിയെ കാണാതായിട്ട് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞു. അത് മാത്രമല്ല അയാൾ വിളിയോട് വിളിയാണ്. നമ്മൾ അഡ്വാൻസ് എമൗണ്ട് കൈപ്പറ്റിപ്പോയി. ഇനി അവളെ കൊടുത്തേ മതിയാകൂ. നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ജിത്ത്? ആരുവിന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. എന്താണ്, നിനക്ക് പേടിയുണ്ടോ? ജിത്ത് അതേ ദേഷ്യത്തോടെ ആരുവിന്റെ ഷർട്ടിൽ പിടിമുറുക്കി. വിടടാ, ഇപ്പൊ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കാൻ പറ്റിയ സമയമല്ല. ആദ്യം അഗി, അത് കഴിഞ്ഞ പെണ്ണ്. ആരു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തന്റെ കോളറിൽ നിന്ന് അവന്റെ കൈ വിടിവെച്ചു. നിനക്ക് തെറ്റി ആരു. ആദ്യം അവൾ, അത് കഴിഞ്ഞു മതി അവൻ. നമ്മളെ കിട്ടാതെ അവർ ചെറുവിരൽ അനക്കില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ എന്നാലും ആരു പറഞ്ഞു നോക്കി. ഒരെന്നാലുമില്ല. അങ്ങനെ മതി. അവൻ സേഫാണ്. ഫദ്രയെ കൊടുക്കാൻ ഉള്ളത് എനിക്കറിയാം. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ് മാധവൻ. അയാൾക്ക് പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഹരിയുടെ പ്രവൃത്തികൾ അയാളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. നെഞ്ചു തടവി കസേരയിലേക്ക് അയാൾ ഇരുന്നു പോയി. ശ്വാസം കിട്ടാത്ത അവസ്ഥ. അയാളൊന്ന് പിടഞ്ഞു പോയി. വീട്ടിൽ ആ സമയം മധു ഭാര്യമാണ് ഉണ്ടായിരുന്നത്. അയാളുടെ അവസ്ഥ അവർ ശരിക്കും കണ്ടിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറായില്ല. കാണാത്തതുപോലെ അകത്തേക്ക് കയറിപ്പോയി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും മാധവൻ അത് വ്യക്തമായി കണ്ടു. സഹായത്തിനായി ശബ്ദം പുറത്തേക്ക് വരാത്ത അവസ്ഥ. അയാൾ മയങ്ങി കസേരയിലേക്ക് ചാഞ്ഞുപോയി. നീ എന്ത് പരിപാടിയാടി കാണിച്ചേ? അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലോ? നീ മാറിക്കേ, ഞാൻ ഏട്ടരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ. മധു അയാളുടെ ഭാര്യയോട് പറയുകയാണ്. നിങ്ങളൊന്ന് ചുമ്മാതിരുന്നേ, പോകുവാണെങ്കിൽ പൊക്കോട്ടെ, നിങ്ങൾക്കെന്താ? പിന്നെ ഒരു സഹോദര സ്നേഹം, ചുമ്മാതിരിക്കാൻ നോക്ക്. അയാൾ അങ്ങ് പോയാൽ പിന്നെ ഈ കണ്ട സ്വത്തുക്കളെല്ലാം അനുഭവിക്കുന്നത് നമ്മളായിരിക്കും. തൽക്കാലം ഏട്ടനൊന്നിനു പോകാൻ നിൽക്കണ്ട. മധുവിന്റെ ഭാര്യ തടഞ്ഞതും അയാൾക്കും ആ നിമിഷം വന്നു ചേരാൻ നിൽക്കുന്ന സ്വത്തുക്കളെ കുറിച്ച് ഓർക്കവേ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അയാളിൽ ആ സമയം നിറഞ്ഞ സഹതാപം പോലും ഇല്ലാതെയായി. സ്വന്തം ചേട്ടനോട് പോലും ദയ കാണിക്കാത്ത നീചനായി മാറിയിരുന്നു അയാൾ ആ നിമിഷം. അവർ മുറിയിൽ തന്നെ ചിലവഴിച്ചു. ഹരിയാണ് പിന്നീട് വന്നത്. അവൻ കല്യാണം കഴിഞ്ഞ് കമ്പനിയിൽ കയറിയിട്ടാണ് വന്നത്. വന്നപ്പോഴേക്കും 1/2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് വന്നതും ഹാളിലെ കാഴ്ച കണ്ട് അവൻ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ഹാളിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന തന്റെ അച്ഛൻ. അടുത്ത റൂമിൽ ഇതുവരെ ഉണ്ടായിരുന്ന ശബ്ദങ്ങൾ താൻ വന്നപ്പോൾ നിലച്ചതുപോലെ അവന് തോന്നി. അവന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. സത്യങ്ങൾ അച്ഛൻ അറിയാനുള്ള സമയമായി മനസ്സിൽ ചിന്തിച്ചിരുന്നു അവൻ ആ നിമിഷം. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ഹോസ്പിറ്റലിലേക്ക് കാർ ശതവേഗം സഞ്ചരിച്ചിരുന്നു. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷം പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ജയ്യെ വിളിച്ചു. അഖിലിനെ കണ്ട് മടങ്ങുമ്പോഴാണ് അവനെ തേടി ആ കോള് വരുന്നത്. ഹരി. ഒരു വേള ജയുടെ മുഖം ഒന്ന് ചുളിഞ്ഞുവെങ്കിലും അടുത്ത നിമിഷം കോൾ അറ്റൻഡ് ചെയ്ത് അവൻ ചെവിയോട് ചേർത്തു. ഞാൻ ഉടനെ എത്താം, ഒറ്റ വാക്കിൽ മറുപടി കൊടുത്തു അവൻ.
എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ വിട്ടോ. ഹരി പറഞ്ഞ കാര്യങ്ങൾ അവരോട് രണ്ടുപേരോടുമായി പറഞ്ഞ് അവന്റെ കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. മാധവനെ ഐസിയുലേക്ക് അപ്പൊ തന്നെ മാറ്റിയിരുന്നു. ഹരി ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ തളർന്നിരുന്നു പോയി. സത്യങ്ങൾ അറിയിക്കാനും പേടിച്ചത് ഇതുകൊണ്ടായിരുന്നു. എന്നിട്ടും അച്ഛൻ ഇങ്ങനെയൊക്കെ വന്നല്ലോ. അവന്റെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു ആ നിമിഷം. ഭദ്രയുടെ മുറിയിൽ ഇരിക്കുകയാണ് ആദ്യം പൊന്നു. ആദ്യം ഇപ്പോൾ ഓക്കെയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ് ഭദ്ര. അവൾക്ക് ഇന്ന് ഒരുപാട് സന്തോഷമായി. തന്റെ ഫാമിലി മാസങ്ങൾക്ക് ശേഷമാണ് അവൾ കാണുന്നത്. വലിയേട്ടൻ തന്നെ മനസ്സിലാക്കിയല്ലോ. അത് അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകുന്നതായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ആദ്യം അവളുടെ പ്രണയത്തെക്കുറിച്ച് പറയാനും മറന്നില്ല. ആദ്യമൊക്കെ കേട്ടിരുന്ന പെൺപിള്ളേർ അവസാനമായപ്പോഴേക്ക് കണ്ണു നിറച്ച് അവളെ നോക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് വല്ലാത്ത വേദന തോന്നി. ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥ. ഭദ്രയ്ക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു ആദ്യയുടെ കാര്യത്തിൽ. ആദ്യമൊക്കെ അവളെ കളിയാക്കിയെങ്കിലും അവസാനം നിരാശ പടർന്നു. അവസാനം അവളുടെ തീരുമാനത്തിൽ അവർക്കും അത് ശരിയായി തോന്നി. ദേവേട്ടൻ എന്നെ തേടി വരും. ഞാനായി ഒരിക്കലും ഇനി ഏട്ടനെ തേടി പോകില്ല. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു.